Will he drown in the darkness of despair? Arise as the son of hope. King Birendra once said, even if I die, shall my country live on? തരത്തിലുള്ള സംശയമാണ് എന്താണ് നേപ്പാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉള്ള എല്ലാ പൊളിറ്റീഷ്യൻസും അവിടെ നിന്ന് ഓടേണ്ടി വന്നു, ജീവൻ കൊണ്ട് ഓടേണ്ടി, കാരണം അത്രയും പ്രശ്നമാണ് വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടായത്. അതാണ് ഇന്നത്തെ ഈ നേപ്പാളിലെ പ്രശ്നം ഉണ്ടാവാനുള്ള മെയിൻ കാരണം. ഫുൾ ടീം ഇറങ്ങിയാണ്, ഫുൾ മെയിൻ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ ജെൻസി പിള്ളേരാണ്. മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ വീട് വരെ കത്തിക്കാൻ തുടങ്ങിയാണ്. ഇവർ എന്നിട്ട് എന്താ പറയുക, ഈ തീയിട്ടിട്ട് ഇവർക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് എയർ ലിഫ്റ്റ് ചെയ്തത് ഈ ടാഗ് ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് വൈറലാവാൻ തുടങ്ങി. നേപ്പാളിലെ എല്ലാ സോഷ്യൽ മീഡിയ ആപ്സും അവിടെ ബാൻ ചെയ്യണം. ഒരു ആപ്പും ഇല്ല. അങ്ങനെയാണ് മെയിൻ മൊത്തം കത്താൻ തുടങ്ങിയത് അവര്. നമ്മളെ ഇന്ത്യയില് ഇങ്ങനെ എങ്ങാനും ആൾക്കാർ മൊത്തം നടക്കി കഴിഞ്ഞാൽ എന്തൊരു വൺ ഓഫ് ദ നമ്മളെ ഫസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി. കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എത്ര വല്ല ഫോഴ്സ് ഉണ്ടെങ്കിലും എത്ര ആർമിക്കാർ ഉണ്ടെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, മൊത്തം ഇറങ്ങിയ. ഹലോ ഗൈസ്, വെൽക്കം ടു ഫിസിയോളജി പോഡ്കാസ്റ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ മെയിൻ ടോപ്പിക് ഇപ്പോൾ ഫുൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് നേപ്പാളിൽ ഫുള്ള് തീപിടുത്തം, നേപ്പാളിൽ കത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഇത് മെയിൻ സംഭവം, ഇതിന്റെ പേര് പറയണത് ജെൻസി റെവല്യൂഷൻ എന്ന് പറയാം. ജെൻസി എന്ന് പറഞ്ഞാൽ പല ആൾക്കാർ പറയണത് ജെൻസി ആൾക്കാരെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളൂല, അവർ ഈ ഫോൺ അഡിക്റ്റ് ആണ്, ഡ്രഗ് അഡിക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ജെൻസി പിള്ളേരാണ്. ഇപ്പോൾ അവരെ നേപ്പാൾ ഗവൺമെന്റ് ഫുൾ കത്തിച്ച് തകർത്ത് ഫുൾ അവരെ പാർലമെന്റ് വരെ കത്തിച്ച അവസ്ഥയാണ്. ആൾക്കാരെ ഓടിക്കൊണ്ടിരിക്കുക. അവിടെ വീഡിയോസൊക്കെ കാണണം. ഫൈനാൻസ് മിനിസ്റ്ററിനെ ആൾക്കാർ ഓടി പിടിച്ച് തല്ലുക, ചെരുപ്പ് കൊണ്ട് ഇടിച്ച് തല്ലണൊക്കെ അവസ്ഥയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര വലിയ വിഷയം. എല്ലാവർക്കും സംശയമാണ് എന്താണ് നേപ്പാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഫുൾ ഇൻസ്റ്റയിലാണെങ്കിലും നമ്മൾ കാണുന്ന എന്താ, ഫുള്ള് ആൾക്കാർ കത്തി പിടിക്കണതും അവിടെ ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുന്നതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ആ തീപിടുത്തത്തിൻ്റെ ഇടയിൽ നമ്മളെ മുൻ പ്രൈം മിനിസ്റ്റർ, നേപ്പാളിലെ മുൻ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, അവരുടെ പേര് രാജലക്ഷ്മി എന്ന് പറയും. ഈ തീപിടുത്തത്തിൻ്റെ ഇടയിൽ അവരെ വീട് കത്തിപ്പിടിച്ചിട്ട് ആ പെണ്ണ് മരണപ്പെടുകയുണ്ടായി. മുൻ പ്രൈം മിനിസ്റ്ററിൻ്റെ ഭാര്യ രാജലക്ഷ്മി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഈ നേപ്പാളിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായത് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫസ്റ്റ് ചോദ്യം, ഈ നേപ്പാളിൽ എന്നാണ് ഈ സ്ട്രൈക്ക് തുടങ്ങിയത്? ഫസ്റ്റ് സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്തത് നേപ്പാളിലെ 8 സെപ്റ്റംബർ 2025. അതായത് കഴിഞ്ഞ ഒരാഴ്ച മുന്നാണ്, ഒരു മാസം മുന്നാണ് സംഭവം നടക്കുന്നത്. ഈ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യണത് നമ്മളെ നേപ്പാളിലെ ക്യാപിറ്റൽ ആയിട്ടുള്ള കാത്മണ്ഡു എന്ന് പറയും. കാത്മണ്ഡു എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ റാലി പോലെ പ്രൊട്ടസ്റ്റ് പോവാണ്. അവിടെ പോയി ആദ്യത്തെ ഒരു കൈൻഡ് ഓഫ് സ്ട്രൈക്കിന് വേണമെങ്കിൽ നമുക്ക് ഒരു നോൺ വയലന്റ് ഫോം എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അധികം വയലൻസ് ഒന്നുമില്ല. പിന്നെ ലേറ്റർ ഓൺ ഈ ഫോഴ്സ് കൂടി ആൾക്കാർ കൂടുതലായിട്ട് ജോയിൻ ചെയ്യാൻ തുടങ്ങി. ഈ കറപ്ഷനൊക്കെ കണ്ടപ്പോൾ അപ്പോഴാണ് ആൾക്കാർ കുറച്ചും കൂടെ അധികം പാർലമെന്റിക്കാണ് ഈ കാഠ്മണ്ഡു പാർലമെന്റിക്ക് വരെ ഈ ആൾക്കാർ എന്ത് ജാഥ തുടങ്ങി, സ്ട്രൈക്ക് തുടങ്ങി. അപ്പൊ ആദ്യം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ടുള്ള ഈ ടിയർ ഗ്യാസും അതേപോലെ റബ്ബർ ബുള്ളറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഈ പോലീസുകാരെ എതിർത്തിരുന്നവരെ. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞ് ഇവർ ഈ പാർലമെന്റ് കോംപ്ലക്സിലോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവരെ കയ്യിൽ നിന്ന് പോയി. എന്താ ചെയ്യേണ്ട മനസ്സിലായി. അങ്ങനെയാണ് വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടായത്. അതാണ് ഇന്നത്തെ ഈ നേപ്പാളിലെ പ്രശ്നം ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൺട്രോൾ പോയി, ഇവർ ലൈവ് ബുള്ളറ്റ്സ് വെച്ചിട്ട് വെടിയാക്കാൻ തുടങ്ങിയ ഉള്ള ആൾക്കാരൊക്കെ കത്തിച്ച് ഫുള്ള് പൊട്ടിക്കാൻ തുടങ്ങി. 19 ആൾക്കാർ അവിടെ മരിച്ച് ആ സ്പോട്ടില്. അതിൻ്റെ ഒപ്പം 400ഓളം ആൾക്കാർ ഇഞ്ചോർഡ് ആകുകയുണ്ടായി ആ സമയത്ത്. അപ്പൊ അങ്ങനെ ഈ ഒരു വിഷയം വന്നപ്പോഴേക്ക് മൊത്തം ആൾക്കാർ എന്ത് ചെയ്ത് ഈ വിഷയം അറിഞ്ഞ് ആൾക്കാർ മൊത്തം കത്തി പിടിക്കാൻ തുടങ്ങി. ഫുൾ ആൾക്കാർ ഈ ജാഥയ്ക്ക് ഇറങ്ങി, സ്ട്രൈക്കിന് ഇറങ്ങി. തോന്നുന്നത് നേപ്പാളിന്റെ പല ഭാഗത്തുനിന്ന് ആൾക്കാർ ഈ സ്ട്രൈക്കിൽ ജോയിൻ ചെയ്യാൻ തുടങ്ങി. അതാണ് ഫുൾ ടീം ഇറങ്ങിയാണ്. ഫുൾ മെയിൻ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ ജെൻസി പിള്ളേരാണ്. ജെൻസി പിള്ളേർ മൊത്തം ഇറങ്ങി ഫുള്ള് പാർലമെന്റും അവിടെ ഈ മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ വീട് വരെ കത്തിക്കാൻ തുടങ്ങി, അവിടെ തീ ഇടാൻ തുടങ്ങി. ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഫോഴ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും വലിയ പോപ്പുലേഷൻ ആണല്ലോ, ഫോഴ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. മൊത്തം വൻ വിഷയമായി. ഇവർ എന്നിട്ട് എന്താ പറയുക, ഈ തീയിട്ടിട്ട് ഇവർക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് എയർ ലിഫ്റ്റ് ചെയ്തത്. പൊളിറ്റീഷ്യൻസിനെ എസ്കേപ്പ് ചെയ്യാനായിട്ട് എയർ ലിഫ്റ്റ് ചെയ്തത്. പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല, അത്രയും ജനം ഇറങ്ങിയിരിക്കല്ലേ, പുറത്തോട്ട് ഇറങ്ങാൻ വൻ വിഷയം. എന്നിട്ട് അങ്ങനെ പിന്നെ വേറെ വലിയ സംശയമാണ് എന്ത് റീസൺസ് കൊണ്ടാണ് ഇത്രയും വലിയൊരു ദേഷ്യം ഈ പിള്ളേരും മുന്നിൽ ഉണ്ടാവാനുള്ള മെയിൻ റീസൺസ് എന്തൊക്കെയാണ്? ഒരു മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒരു 3 റീസൺസ് ഉണ്ട്. ഒന്ന് ഫസ്റ്റ് റീസൺ ആണ് കറപ്ഷൻ, പിന്നെ നെപ്പോട്ടിസം.
നെപ്പോട്ടിസം നമ്മൾ കുറെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. നിവിൻ പോളിയുടെ പടത്തിലൊക്കെ കണ്ടല്ലേ നമ്മള് നെപ്പോട്ടിസം. മൂന്നാമത്തെ കാര്യമാണ് അൺഎംപ്ലോയ്മെന്റ് ഭയങ്കര വലിയ കൂടുതലാ അവിടെ നേപ്പാളിൽ എന്നൊക്കെ പറയുന്നത്. കാരണം അവരെ ഇപ്പൊ ലാസ്റ്റ് റിസർച്ച് നോക്കിയപ്പോൾ റിപ്പോർട്ട്സിൽ പറയണത് അറൌണ്ട് 20.82% ഓഫ് അവരെ പോപ്പുലേഷൻ അൺഎംപ്ലോയ്മെന്റ്, ജോലിയില്ല ആൾക്കാർക്ക്. അതാണ് മെയിൻ പ്രശ്നം. അപ്പൊ ആ ജോലി ഇല്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ റഷ്യൻ ഉക്രൈൻ വാറില് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവര്. കാരണം അവർക്ക് ഓഫർ ചെയ്യാണ്. ഇപ്പൊ റഷ്യയില് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആ വാറില് അറൌണ്ട് 15,000 നേപ്പാളീസ് ഉണ്ടായിരുന്നു എന്നാണ് അതിൽ പങ്കെടുക്കാൻ. അവർക്ക് $4,000 കൊടുക്കാന്ന് അവര് പറഞ്ഞു. $4,000 എന്ന് പറയുമ്പോൾ നേപ്പാളിൽ അറൌണ്ട് എത്ര 3 lakhs സംതിങ് അറൌണ്ട് 3 to 5 lakhs നേപ്പാളി റുപ്പീസ് വരെ അവർക്ക് കൊടുക്കാൻ തീരുമാനിക്കാണ്. ഓക്കെ, അപ്പൊ എന്താ അവർക്ക് ജോലി ഇല്ല, എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻ വേണം പൈസ ഉണ്ടാക്കാൻ. ഈ പോണ ആള് ശരിക്കും ഓൾറെഡി ആർമിയിലുള്ള ആളാണോ അല്ലെങ്കിൽ അതാണ് വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഈ പോകുന്ന നേപ്പാളി ആൾക്കാർക്ക് അറൌണ്ട് 1 week or 2 weeks മാത്രം ട്രെയിനിങ് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ ഫീൽഡിലേക്ക് ഇറക്കുകയാണ്. അത്രയും വലിയ കുറെ ആൾക്കാരെ അതില് മരിക്കുകയൊക്കെ ഉണ്ടായി ആ സീനിന്റെ ഇടയിൽ. അപ്പം വേറെ ഇത് മാത്രമല്ല, വേറെ പ്രശ്നം, വേറെ മെയിൻ ഇപ്പൊ നെപ്പോട്ടിസം പറഞ്ഞല്ലോ. നെപ്പോട്ടിസം ഇവർക്ക് ട്രിഗർ ആവാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഈ പൊളിറ്റീഷ്യൻസിന്റെയും അതേപോലെ തന്നെ ഈ മെയിൻ സെലിബ്രിറ്റീസിന്റെ ഒക്കെ മക്കള് ഫുള്ള് ലക്ഷറി ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ഇൻസ്റ്റയിലൂടെയും ഫേസ്ബുക്ക് ട്വിറ്ററിലൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അവരിങ്ങനെ ഇടാൻ തുടങ്ങി അവരുടെ ലക്ഷ്യം. അപ്പൊ ഈ ആൾക്കാർ അതിൽ അറൌണ്ട് 20 ബാക്കിയുള്ള പോപ്പുലേഷൻ ജെൻസി പീപ്പിൾസ് ഒക്കെ ജോലിയില്ല, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻകം കിട്ടുന്നില്ല, ഇവര് ലക്ഷറി ആയിട്ട് ജീവിച്ചോണ്ടിരിക്കുക. അങ്ങനെയാണ് മൊത്തത്തില് ഫുള്ള് തീ പിടിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അതിൽ 20.8% കാര്യം പറഞ്ഞല്ലോ. അതിൽ ശരിക്കും നമ്മൾ ഇപ്പോൾ നേപ്പാളിൽ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു 5 ആൾ എടുത്തു വിചാരിക്കും, ഒരു 5 members നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ജോലി ഉള്ളൂ, ബാക്കി ആൾക്കാർക്ക് ജോലി ഇല്ല. ആ ഒരു അവസ്ഥയാണ്. അതിൽ ഭയങ്കര ഒരു മേജർ ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട്. ഈ ടാഗ് ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് വൈറലാവാൻ തുടങ്ങി, നെപ്പോ കിഡ്സ് ആയി. അതായത് ഇവരെ മക്കളാണെങ്കിൽ ഫുൾ നല്ലൊരു ലൈഫ് സ്റ്റൈല്, ലക്ഷറി ആയിട്ടുള്ള വെഹിക്കിൾസ്, ലക്ഷറി ആയിട്ടുള്ള ക്ലോത്ത്സ്, നല്ല നല്ല എക്സ്പെൻസീവ് ബാഗ്സ് ഒക്കെ ഇട്ട് നടക്കുക. ആ സമയത്ത് നേപ്പാളിലെ ആൾക്കാരാണെങ്കിൽ അവർക്ക് ജോലി കിട്ടണില്ല, ദാരിദ്ര്യം പ്രശ്നങ്ങളൊക്കെയാണ് ഉള്ളത്. അത് മാത്രമല്ല, ഈ പുറത്ത് പോയിട്ട് നിൽക്കുന്ന ആൾക്കാർ ജോലിക്ക് എത്ര മില്യൺസ് ഓഫ് നേപ്പാളീസ് ആണ് അറൌണ്ട് എത്ര 15 മില്യൺ ആൾക്കാർ അബ്രോഡ് പോയിട്ടാ പഠിക്കുന്നതും ജോലി എടുക്കുന്നത്. കാരണം ഇവിടെ അവർക്ക് ജോലി ഇല്ല. പിന്നെ വേറെ മെയിൻ പ്രശ്നമാണ് കറപ്ഷൻ. നേരത്തെ പറഞ്ഞു, അതിനെക്കുറിച്ച് എന്താ പറയാ? കറപ്ഷൻ ആണ് ഒരു മെയിൻ ഇഷ്യൂ ആയിരുന്നു പറയാം. കാരണം 2008 വരെ ശരിക്കും മൊണാർക്കി ആയിരുന്നു, അതായത് രാജഭരണമായിരുന്നു. അതിനുശേഷം 28 May 2008 റിപ്പബ്ലിക് ആവുന്നത്. പിന്നെ ഡെമോക്രാറ്റിക് ആയിട്ട് അതിന് ശേഷമാണ് പാർട്ടീസ് വരുന്നത്, പൊളിറ്റീഷ്യൻസ് ഒക്കെ ആയത്. അപ്പൊ അങ്ങനെ വന്ന് 17 പ്രാവശ്യം ഗവൺമെന്റ് മാറി, 17 പ്രാവശ്യം ഗവൺമെന്റ് ഭരിച്ചു, 13 പ്രാവശ്യവും ഓരോ പാർട്ടീസ് മാറി. അങ്ങനെ മാറി ഓരോ കറപ്ഷൻസ് ഉണ്ടായാലും അവരെന്ത് ചെയ്യും, അത് നൈസായിട്ട് പൈസ കൊടുത്ത് ഡീൽ ചെയ്യും. അപ്പൊ അങ്ങനെ ഈ പാർട്ടീസിനെ വെച്ച് പറയുമ്പോഴാണ് ബേസിക്കലി നേപ്പാളിൽ 2 പാർട്ടീസ് ഉള്ളത്. ഒന്ന് നേപ്പാളി കോൺഗ്രസും ഒന്ന് നേപ്പാളി കമ്മ്യൂണിസ്റ്റ് ആണ്. അപ്പൊ ഈ KP ശർമ്മ ഒലി എന്ന് പറഞ്ഞ അവരെ മെയിൻ പ്രൈം മിനിസ്റ്റർ നിലവിലുള്ളത്. ഈ സീൻ കാരണം 8th September 2025 ഇപ്പൊ ലാസ്റ്റ് മന്ത് ആണ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 9th September അയാൾ റിസൈൻ ചെയ്യേണ്ടി വന്നു. കാരണം അത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ, അതേപോലെ അവിടെ ഉള്ള എല്ലാ പൊളിറ്റീഷ്യൻസും അവിടെ നിന്ന് ഓടേണ്ടി വന്നു, ജീവൻ കൊണ്ട് ഓടേണ്ടിരുന്നു. കാരണം അത്രയും പ്രശ്നമാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, കോൺഗ്രസും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റും. അപ്പൊ ഇതില് അവരെ മുൻ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു, അവരുടെ പേര് ഷർ ബഹദൂർ ദുആബ എന്നാണല്ലോ. മൂപ്പര് ഒരു കറപ്ഷൻ ആയിട്ടുള്ള ഒരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. ഒരു എയർക്രാഫ്റ്റില് അറൌണ്ട് എത്രയോ മില്യൺ കമ്മീഷൻ നേപ്പാളി ഡോളേഴ്സ് എന്ത് ചെയ്തു, കമ്മീഷനായിട്ട് എടുത്തു അവര്. ഓക്കെ, അപ്പൊ ആ കമ്മീഷനായിട്ട് എടുത്ത സംഭവങ്ങൾ പിന്നീട് അത് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ആൾക്കാർ അറിയാൻ തുടങ്ങി. അങ്ങനെ കുറെ വിഷയമായി. അതേപോലെ ഈ നെപ്പോ കിഡ്സിന്റെ സംഭവം #നെപ്പോ കിഡ്സ് ആൾക്കാർ അറിയാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ മെയിൻ വിഷയം എന്ന് വെച്ചാൽ ഈ നേപ്പാളി ഗവൺമെന്റ് തീരുമാനിച്ച് ഇത് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് പുറത്തോട്ട്. ഇപ്പൊ നേപ്പാൾ ആൾക്കാർ മാത്രം അറിയാണെങ്കിൽ കുഴപ്പമില്ല, പുറത്തോട്ടൊക്കെ അറിയാൻ തുടങ്ങി. അങ്ങനെ അവർ തീരുമാനിച്ച് ഈ നേപ്പാളിലെ എല്ലാ സോഷ്യൽ മീഡിയ ആപ്സും അവിടെ ബാൻ ചെയ്യണം. ഒരു ആപ്പും ഇല്ല, ടിക്ടോക്ക് മാത്രമുണ്ട്, ബാക്കിയുള്ള എല്ലാ ആപ്സും അവര് ബാൻ ചെയ്തു. അങ്ങനെയാണ് മെയിൻ മൊത്തം കത്താൻ തുടങ്ങിയത്. അവരെ ഒരു എന്താ പറയാ, സംസാരിക്കാനുള്ള ഒരു വേ ഓഫ് സ്പീച്ച് ആണ് അവിടെ നിൽക്കണെന്ന് പല ആൾക്കാരും. Social media banned by the government. Extremely, it is against our freedom of speech, and they want to control us just like a dictator. ശരിയാണ്. ഇപ്പൊ കുറെ ആൾക്കാർ ഇപ്പൊ പുറത്തല്ല താമസിക്കണേ, ജോലിക്കായിട്ട് പോയ വീട്ടുകാരെ വിളിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഫുൾ അതാ പറയുക, ആപ്സ് കാരണം കൊണ്ട് അവർക്ക് ഈ നാട്ടിലോട്ടുള്ള ഒരു കണക്ഷൻ മൊത്തം പോയി. അങ്ങനെ ആ ഒരു ബാനും കൂടിയാണ് വന്നപ്പോഴേക്ക് മൊത്തം ഇളകി, നേപ്പാൾ മൊത്തം കത്തി. നേപ്പാൾ ഏകദേശം ഫുള്ള് ഡൗൺ ആയെന്ന് നമുക്ക് പറയാം. എക്കോണമി മൊത്തത്തിൽ നേപ്പാൾ ഫുള്ളായിട്ട് ഡൗൺ ആയി. കാരണം അവരെ മേജർ ഇൻകം സോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസം ഫുള്ള് ഡിമായി. ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ട്രക്കിങ്സ് ഇതൊക്കെ ലോസ്റ്റ് ആയി.
അവരുടെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞ ടൂറിസാണ്. ഇതൊക്കെ ഡിം ആവുമ്പോൾ അവരനുസരിച്ച് അവരെ ഫിനാൻഷ്യൽ ക്രൈസിസിലോട്ട് പോകാണ് അവർ. അതെ ഫുള്ള് ഇടിഞ്ഞ് അവരെ എക്കോണമി ഇടിഞ്ഞ് അവരെ മൊത്തത്തിൽ ആൾക്കാർ ഇടിഞ്ഞ്. അപ്പൊ അങ്ങനെ വേറൊരു വീഡിയോ ഞാൻ കണ്ടത് ഇൻസ്റ്റയിൽ. ഇതേപോലെ ഒരാള് ഒരു ദിവസത്തിന് എത്ര നേപ്പാൾക്ക് വന്നതാ. ഒരു ദിവസം എന്താ വ്ളോഗർ എന്തോണ് അയാൾ ആ വീഡിയോസ് ഉണ്ടാവണേ കാണിച്ചു തരാം. അപ്പൊ മൂപ്പര് വന്ന് കാണുന്ന എന്താ ഫുള്ള് പുകയും ബോംബും ആൾക്കാർ അടിപിടിയും കേസൊക്കെ. ഒരു ദിവസത്തിന് വന്ന ദിവസമാണ് ഈ September 8 ഈ പ്രശ്നം നടക്കുക, സ്ട്രൈക്കിന്റെ അന്നാ വന്നത്. അങ്ങനെ മൊത്തം വിഷയം ഇവൻ ഓടിക്കൊണ്ടിരിക്കും. എനിക്ക് എങ്ങനെയെങ്കിലും നാട് നമുക്ക് എടുത്തണല്ലോ, ഇവനക്ക് പോകാൻ പറ്റണ്ടേ. മൊത്തം കത്തിനെ എപ്പോഴും ആലോചിച്ചോക്ക്. ഇതൊക്കെ നമ്മളെ നാട്ടിൽ ഈ ഒരു അവസ്ഥ വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളെ ഇന്ത്യയില് ഇങ്ങനെ എങ്ങാനും ആൾക്കാര് മൊത്തം നടക്കുക കഴിഞ്ഞാൽ എന്തൊരു വൺ ഓഫ് ദ നമ്മളെ ഫസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി ചൈനനെ വെട്ടിച്ച് മോസ്റ്റ് പോപ്പുലർ കൺട്രി മൊത്തം ആളാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പിടിച്ചാൽ കിട്ടില്ല, വൻ വിഷയാവൂലേ? കാരണം അവരെ സ്പീച്ചിന് അവര് ഇത്രയും ആൾക്കാര് ലക്ഷറി ലൈഫ് ഇടുന്നുണ്ട്, ഇവർക്കാണെങ്കിൽ ജോലി പോലും ഇല്ല. അപ്പൊ ഈ കറപ്ഷൻ ഇതൊക്കെ മൊത്തം പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോ ഇവര് തീരുമാനിച്ചത് ബാൻ ചെയ്യും. അവര് വേറൊരു ഇത് പറഞ്ഞത് സൈബർ ക്രൈം ആപ്പ് ബാൻ ചെയ്തത്. അതെ, അപ്പൊ അവർ റീസൺ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ ബാൻ ചെയ്തത് ഗവൺമെന്റ് ചോദിക്കുമ്പോൾ ഒരു പറയണത് അത് ഞങ്ങൾ സൈബർ ക്രൈംസ് ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ഇന്നത്തെ നമ്മളെ മെയിൻ എപ്പിസോഡ്, നമ്മളെ മെയിൻ ടോപ്പിക് നേപ്പാൾ. കുറെ ആൾക്കാർക്ക് സംശയമുണ്ട് എന്താണ് നേപ്പാൾ നടന്നത്. ലാസ്റ്റ് മന്താണ് 8 സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ സെപ്റ്റംബർ സ്റ്റാർട്ട് ചെയ്ത് പിറ്റേഴ്സ് തന്നെ പ്രൈം മിനിസ്റ്റർ റിസൈൻ ചെയ്യേണ്ടി വന്നു. റിസൈൻ ചെയ്യിപ്പിച്ചതാ. അപ്പൊ ഇത്രയും ആൾക്കാർ പുച്ഛിക്കുക, നമ്മളെ ഈ ജെൻസി പിള്ളേരെ പുച്ഛിച്ചതിനുള്ള ഒരു ആൻസർ ആയിട്ടാണ് അവര് വന്നത്. ഫുൾ ടീം ഇറങ്ങി മൊത്തം കുറെ റീൽസ് ആണെങ്കിലും ഒരു പയ്യന്റെ ഇത് കണ്ടു ഞാൻ സ്പീച്ച്. അതൊരു രോമാഞ്ച സാധനം കേട്ടോ, സത്യം സത്യം. ആ പയ്യ അത് കുറെ ആൾക്കാർ വേണ്ട, അത് കാരണം കൊണ്ടാണ് കുറെ ആൾക്കാർക്ക് ഉള്ളിലൊരു ഇത് ഈ ഹിറ്റ്ലറിന്റെ അടിപൊളി സ്പീച്ച് ആയിരുന്നു. അപ്പൊ ആ സ്പീച്ച് കണ്ടപ്പോ ആൾക്കാർക്ക് അതൊരു മോട്ടിവേഷൻ ആയി, മൊത്തം പുറത്തോട്ട് ഇറങ്ങി. ആലോചിച്ചു അങ്ങനെയൊക്കെ ഒരു ഇൻസിഡന്റ് നമ്മളെ ഇന്ത്യയിലൊക്കെ നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പിടിച്ചാൽ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എത്ര വല്ല ഫോഴ്സ് ഉണ്ടെങ്കിലും എത്ര ആർമിക്കാരുണ്ടെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മൊത്തം ഇറങ്ങിയ ആൾക്കാർ. അതാണ് നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് ജെൻസി റെവല്യൂഷൻ എന്നൊക്കെ. നമ്മളെ റഷ്യൻ റെവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞാല് ജെൻസി റെവല്യൂഷൻ ഒക്കെ. ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പോ അതാണ് ഇന്നത്തെ മെയിൻ എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഗൈസ് ഇന്ന എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, നിങ്ങൾക്ക് കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. മെയിൻ സംഭവം എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്.